പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരതയ്ക്കെതിരെ കശ്മീരിലേക്ക് ബുള്ളറ്റ് യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. ബുള്ളറ്റിന് ബുള്ളറ്റ് കൊണ്ട് മറുപടി എന്ന ഫേസ്ബുക്ക് പോസ്റ്റോടുകൂടിയാണ് തിരക്കഥാകൃത്തായ ആർ രാമാനന്ദ് ഇക്കാര്യം അറിയിച്ചത്. ഭീകരവാദത്തിനെതിരെ സന്ദേശമുയർത്തിയാണ് കാലടിയിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത്. ആർ രാമാനന്ദിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ജനം TV പ്രതിനിധി ശ്രീനന്ദ ചേരുന്നു. പെഹൽഗാമിലെ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല. 27 ജീവനുകളാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. കാലടിയിൽ നിന്നും ഈ ഭീകരവാദത്തിനെതിരെ ബുള്ളറ്റ് കൊണ്ട് മറുപടി എന്നൊരു യാത്ര സംഘടിപ്പിക്കുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. അതിന് നേതൃത്വം നൽകുന്നത് തിരക്കഥാകൃത്തായ ആർ രാമാനന്ദാണ്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് രാമാനന്ദാണ്. രാമാനന്ദ്, എന്താണ് ഈ ഭീകരവാദത്തിനെതിരെയാണോ ഈ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഭാരതത്തിൻ്റെ മകുടം എന്ന് പറയുന്ന സ്ഥലമാണ് കാശ്മീർ. ആ കാശ്മീരിൽ ഒരുപാട് കാലമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതെല്ലാം നിലച്ച് കാശ്മീർ ശാന്താവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് തവണ കാശ്മീരിൽ ആളുകളെയും കൂട്ടി സഞ്ചരിച്ചിട്ടുള്ള ആളുകളാണ്. ഈ 2 ആഴ്ച മുമ്പ് പോലും ഞാൻ ടീത്വാൾ എന്ന് പറയുന്ന സ്ഥലത്ത് LOC ആണ്, അവിടെ വരെ പോയിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെയും കൊണ്ട് നമ്മളിവിടുന്ന് നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ആളുകളെല്ലാം വരുന്നു. അവിടെ നിന്ന് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സുരക്ഷയാണ് നമ്മളെ ജീവിതത്തിനുള്ളത് എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് ഇൻറ്റേർണലായിട്ടുള്ള ചില ശക്തികൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ അത്തരം അവിടുത്തെ കാശ്മീർ ഭാരതത്തിൻ്റെ ഭാഗമാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒന്നാണ് കേരളവും കാശ്മീരും ഡിസിൻറ്റഗ്രേഷൻ്റെ 2 പോയിൻറ്റ്സ് ആയിട്ട് നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും പണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് മലയാളികൾ പൊതുവെ പ്രതികരിക്കുക, എവിടെയോ എന്തോ നടക്കുന്നു, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ടോ? ഏതോ ഒരു ചാനൽ ചർച്ചയിൽ ഈ വിഷയത്തെക്കുറിച്ച് തന്നെ പറയുന്നത് കേട്ടു, ഇങ്ങനെ ഭാരതത്ത് പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, നമ്മളതിനെ എന്തിനാണ് പ്രതികരിക്കുന്നത്? ഇങ്ങനെ പ്രതികരണമില്ലാത്തൊരു ജനതയായി നമ്മൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് പെഹൽഗാമിൽ 2 ദിവസം മുമ്പുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തിന് നമ്മുടെ മനസ്സിൽ തോന്നി ഇതിനൊരു പ്രതിവിധി വേണം. ആ പ്രതിവിധി മറ്റൊന്നുമല്ല, അതൊരു കലാപാഹ്വാനമോ ഒന്നുമല്ല, അതൊരു സമാധാനപരമായ യാത്രയാണ്. 100 യുവാക്കൾ 100 ബുള്ളറ്റുമായി കാലടിയിലെ ശങ്കര ജന്മസ്ഥാനത്ത് നിന്ന് ശാരദാ ക്ഷേത്രം വരെ, ശാരദാ ക്ഷേത്രം POKയിലാണുള്ളത്, LOC വരെ ബുള്ളറ്റിൽ ട്രാവൽ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ അഭൂതപൂർവമായ റെസ്പോൺസാണ് അതിന് കിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെയുള്ള ചിന്തിക്കുന്ന, വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രത്തിനോട് കൂറുള്ള യുവാക്കൾ വളരെ കൃത്യമായി ഇതിന് പ്രതികരിക്കാൻ സന്നദ്ധരാണെന്നുള്ളതാണ്. വലിയൊരു മെസ്സേജാണ്. ഈ ഭീകരവാദത്തിനെതിരെ പേടിച്ച് നിൽക്കുന്നില്ല, ഒന്നിനെയും ഞങ്ങൾ പേടിക്കുന്നില്ല എന്നൊരു ഇതാണോ ഈ ഒരു യാത്ര കൂടി നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. ഭീകരവാദത്തിൻ്റെ ലക്ഷണം എന്താണ്? 1000 പേരെ കൊല്ലുക എന്നുള്ളതല്ല, 10 പേരെ 1000 പേരുടെ മുന്നിൽ വെച്ച് കൊല്ലുക എന്നുള്ളതാണ്. ഭീകരവാദം അത് ഏൽക്കാത്ത, അതിൻ്റെ ഡയറക്റ്റ് വിക്ടിം ആവാത്ത ആളുകളിലേക്കാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരാളെ വെടിവെച്ച് കൊന്നിട്ട് നിന്നെ ഞങ്ങൾ കൊല്ലുന്നില്ല, നീ പോയി നിൻ്റെ പ്രധാനമന്ത്രിയോട് പറ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം അതാണ് ഭീകരവാദം. അപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ നമ്മുടെ മനസ്സിലേക്ക് ഭീതി വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭീതിക്ക് യാതൊരു കാരണവശാലും നമ്മൾ അടിമപ്പെടുകയില്ല. വി വിൽ നോട്ട് സക്കം ടു ടെററിസം. ഇതാണ് മെസ്സേജ്. അപ്പോൾ പോകാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു യാത്ര, എന്താണ് ഈ ഒരു യാത്ര സക്സസ് ആകുമോ ഇല്ലയോ എന്നൊരു ചോദ്യമില്ലേ ഇതിൽ? യാത്ര നമ്മൾ അനൗൺസ് ചെയ്തു, ആളുകൾ ഇതിൻ്റെ കൂടെ കൂടി, ഇത്രയും ആളുകൾ ചേർന്നു, അതാണ് അതിൻ്റെ ആദ്യത്തെ സക്സസ്. ഇത്രയും ജനത, ഇപ്പം ഞങ്ങൾ നോക്കുമ്പം ഇന്ന് രാവിലെ 100 ബുള്ളറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഏതാണ്ട് 500 ചില്ലാൻ പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ബാക്കിയുള്ള ആളുകൾ താല്പര്യപ്പെടുന്നു, അവർ വരാൻ പറ്റാത്തൊരു മനസ്സുകൊണ്ട് താല്പര്യപ്പെടുന്നു, വരാൻ അല്ലെങ്കിൽ അതിന് സംവിധാനങ്ങൾ ചെയ്തു തരാൻ താല്പര്യപ്പെടുന്നു. അതാണ് ആദ്യത്തെ സക്സസ്. രണ്ടാമത്താണ് യാത്രയ്ക്ക് ഒരുപാട് ലോജിസ്റ്റിക്കൽ പ്രശ്നങ്ങളുണ്ട്. 100 പേര് 100 ബുള്ളറ്റിൽ അവിടം വരെ ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഹിമാലയൻ ടാസ്ക്കാണ്. അപ്പോൾ അതിനുള്ള ലോജിസ്റ്റിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ 2 ദിവസം കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടേ ചെയ്യുള്ളൂ. പിന്നെ ബുള്ളറ്റായി പോവുക, ചില ആളുകൾ പറയുന്നത് കേട്ടു, ഇതിപ്പോൾ അവിടെ സംഘർഷപരമായൊരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണോ വേണ്ടത്? അങ്ങനെ ഇന്നലെ രാത്രി എല്ലാവരും കൂടെ ബുള്ളറ്റ് എടുത്തിട്ട് ഭാരത് മാതാക്കി ജയ് വിളിച്ച് പോയതല്ലല്ലോ. ഇത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ ഡ്രൈവായി, ഒരു പീസ് റാലിയായി നടത്താനുള്ള കാര്യമാണ്. അതിൽ യാതൊരു സംശയമില്ല, അത് നടത്തിയിരിക്കും. ഈ ഒരു കോട്ട് എങ്ങനെയാണ് വന്നത്? ബുള്ളറ്റിന് ബുള്ളറ്റ് കൊണ്ട് മറുപടി കേൾക്കാൻ നല്ല പ്രാസമുള്ളൊരു കോട്ടാണ്. എങ്ങനെയാണ് ഈ ഒരു കോട്ട് എത്തിയതെന്നാണ്? അത് ബുള്ളറ്റിൽ അവിടം വരെ ചെല്ലണം എന്നുള്ളത്, ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ ബുള്ളറ്റാണ് ഏറ്റവും നല്ല വാഹനം. പെട്ടെന്നാണ് ആ ഒരു ഐഡിയ വന്നത്, ബുള്ളറ്റ് എഗെയിൻസ്റ്റ് ബുള്ളറ്റ്സ്. അതൊരു പീസാണ്. ജനാധിപത്യപരമായ രാജ്യത്ത് ഏതൊരു പൗരനും അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ രാഷ്ട്രത്തിൻ്റെ സംവിധാനങ്ങളെ ശിഥിലപ്പെടുത്താത്ത രീതിയിൽ
സമരം ചെയ്യാനും പ്രതിഷേധിക്കാനോ അവകാശമുണ്ട്. ഇതൊരു ജനാധിപത്യപരമായ പ്രതിഷേധമാണ്, ഇതൊരു പീസ് റാലിയാണ്. ഭാരതീയന് മതം നോക്കാതെ ഏത് നാട്ടിലും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റണം. ഒരാളുടെ മതം നോക്കി ഒരാളെ വെടിവെച്ച് കൊല്ലുന്നുണ്ടെങ്കിൽ അതിനെതിരെ മിണ്ടാതിരിക്കുക, പട്ടാളം ചെയ്തുകൊള്ളും, പ്രധാനമന്ത്രി ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയല്ല. പട്ടാളവും ചെയ്യുന്നുണ്ട്, പ്രധാനമന്ത്രിയും ചെയ്യുന്നുണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. പക്ഷേ ഇതൊരു സിവിൽ റെസ്പോൺസാണ്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നായിരിക്കും ഈ ഒരു ബുള്ളറ്റ് റാലി ഉണ്ടാവുക? നമുക്ക് 2 ദിവസത്തിനുള്ള അതിൻ്റെ മീറ്റിംഗ് ഒക്കെ കൂടും. നമുക്ക് ആദ്യം കുറച്ച് ഓൺലൈൻ മീറ്റിംഗ് കൂടാനുണ്ട്, ആളുകളുടെയൊക്കെ കാര്യങ്ങൾ അറിയണം. അതിനുശേഷം നമുക്കൊരു ഫിസിക്കൽ മീറ്റിംഗ് കൂടാനുണ്ട്. അതിനുശേഷം നമ്മൾ റാലി സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണോ, അതോ കൂട്ടുകാരായിട്ടുള്ളവരുണ്ടോ, അതോ ഇങ്ങനെ ഓൺലൈനായിട്ടുള്ളവർ മാത്രമാണ്? നല്ലൊരു ശതമാനം എനിക്ക് പരിചയമില്ലാത്ത ആളുകളാണ്, എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ആളുകളാണ്. പക്ഷേ ഈ കോസിന് വേണ്ടി നിൽക്കണം എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നവരാണ്. അത് ചെറിയ കാര്യമല്ല. നവജവാൻ എന്ന് പറയും, നമ്മുടെ ഉള്ളിലൊരു വോളണ്ടിയർഷിപ്പ് ഉണ്ടാവുക രാഷ്ട്രത്തിന് വേണ്ടി. അതിപ്പോൾ ചിലപ്പോൾ വലിയ അപകടകരമായ കാര്യമാണ്. ചിലപ്പോൾ ജമ്മു കാശ്മീർ സർക്കാർ തടഞ്ഞേക്കാം, കേന്ദ്ര സർക്കാർ ചിലപ്പോൾ വേണ്ടാന്ന് പറഞ്ഞേക്കാം, ആർമി തടഞ്ഞേക്കാം, ഒപ്പം ഭീകരവാദ പ്രശ്നങ്ങളുണ്ടാവാം, പോകുന്ന വഴിയിൽ അപകടങ്ങളുണ്ടാവാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ആളുകളാണ്. അവരവരുടെ പേരും അഡ്രസ്സും ആധാർ കാർഡും നമ്പറും ബുള്ളറ്റിൻ്റെ നമ്പറും അടക്കം തന്നിരിക്കുന്നു. ചില ആളുകൾ പറഞ്ഞു എൻ്റെ അടുത്ത് 2-3 ബൈക്കുണ്ട്, ഞാൻ വേണമെങ്കിൽ സ്പെയർ തരാം എന്നൊക്കെ പറയുന്ന ആ മനസ്സ്, അത് ഒരു വലിയ ശക്തിയാണ്. അത് കേരളത്തിൽ നിന്ന് ഉണ്ടായി വരുന്നു എന്നുള്ളത് അതിലും വലിയ ശക്തിയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു ഇത് എന്തായാലും നന്നായിട്ട് പോട്ടെ. എന്നാലും നമ്മളോട് ഇപ്പം പ്രതികരിച്ചത് ആ രാമാനന്ദായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുള്ളറ്റ് യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും ജനം ടീം, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഒട്ടാകെ എല്ലാ ജനങ്ങളും ഒരു നല്ല ആശംസകൾ അദ്ദേഹത്തിന് നേരണം. ക്യാമറാമാൻ മനോജിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.